ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാഭാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം ഉണ്ട് എന്ന് തിരുവചനം സംസാരിക്കുന്നു. സഹോദരങ്ങളെ, കരയുവാൻ ഒരു നേരമുണ്ട് എങ്കിൽ ചിരിപ്പാനും ഒരു നേരം ഉണ്ട്. ഈ ദൈവവചനത്തിൻ്റെ ഈ നേരത്തിലേക്ക് ഒരിക്കൽ കൂടെ ടോർച്ച് ഊട്ടുന്ന കുടുംബം നിങ്ങളെ ഏവരെയും തുറന്ന മനസ്സോടെ സ്നേഹമുള്ള ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, കരയുവാൻ ഒരു നേരമുണ്ട് എങ്കിൽ ചിരിപ്പാനും ഒരു നേരം ഉണ്ട്. കാരണം ദൈവം വിലാപങ്ങളുടെ ദൈവം അല്ല, അവൻ ഉത്സവങ്ങളുടെ ദൈവം അത്രേ. പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ യഹൂദന് വേണ്ടി എന്ന് ഒരുപക്ഷെ ചിലർ പറയുന്നതായ 7 ഉത്സവങ്ങൾ ഉണ്ട്. എന്നാൽ അത് യഹൂദൻ്റെ ഉത്സവങ്ങൾ അല്ല, പ്രത്യുത യഹോവയുടെ ഉത്സവങ്ങൾ അത്രേ. പുതിയ നിയമസഭയിൽ ആയിരിക്കുന്ന നമുക്കും വളരെ ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത അന്വർത്ഥമായിരിക്കുന്ന കാര്യമത്രേ അതിൽ വെളിപ്പെടുന്നത്. കാരണം മെക്ട്ര അഥവാ റിഹേഴ്സൽ എന്ന് അറിയപ്പെടുന്നതായ ആ ഉത്സവങ്ങൾ ഏതൊരു നാടകത്തിൻ്റെ റിഹേഴ്സൽ പോലെ എന്ന് മനസ്സിലാക്കുക. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞതായ ആ 7 ഉത്സവങ്ങൾ, അത് ഒന്നാമത്തേത് അതെ പെസഹ, കടന്നുപോക്ക്, പാപത്തിൽ നിന്ന് ഒരുവൻ പുറത്തു വരുന്നതിനെ കുറിക്കുന്നു. 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പാപത്തെ വെറുത്ത് വിശുദ്ധിയിൽ നാം ജീവിക്കുന്നതിനെ കുറിക്കുന്നു. 3 ആദ്യഫല പെരുന്നാൾ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അതെ നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനെ അത് കുറിക്കുന്നു. 4ാമത്തെ ഉത്സവം പെന്തക്കോസ്, പരിശുദ്ധാത്മാ നിറവിനെയും ജയജീവിതത്തെയും അത് കുറിക്കുന്നു. ഈ പ്രഭാതത്തിൽ 5ാമത്തെ ഉത്സവമായ കാഹളോത്സവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒരിക്കൽ കൂടെ തുറന്ന ഹൃദയത്തോടെ തുറന്ന വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ലേവ്യ 23-24 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവും ആയിരിക്കണം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 7-ാം മാസം 1-ാം തീയതി എന്താ അതിൻ്റെ പ്രത്യേകത? 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകം, കാഹളോത്സവം. വേദപുസ്തകം പറയുന്നു, ആദ്യത്തെ 4 ഉത്സവങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാ 5ാമത്തെ ഉത്സവം കടന്നു വരുന്നു.
പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. പിന്നെ തലമുറ തലമുറയായി നൂറ്റാണ്ടുകളായി നീണ്ട ഒരു കാലയളവ് തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. അതിന്റെ പേരത്രേ കൃപായുഗം. ആ കൃപായുഗം കഴിഞ്ഞിട്ട് തുടർന്ന് ഏത് സമയത്തും ഒരുപക്ഷെ ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ സംഭവിപ്പാൻ സാധ്യതയുള്ളതായ ഒരു കാര്യമത്രേ കാഹളോത്സവം അഥവാ കർത്താവ് യേശുവിന്റെ മടങ്ങി വരവ്. കാരണം വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് കടന്നു വരുമ്പോൾ ഒരു കാഹള ധ്വനി ഉണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ സ്വർഗത്തിലെ വെളിപ്പാടിൽ നിറയപ്പെട്ടവൻ പറയുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള ധ്വനിയോടും കൂടെ അവൻ കടന്നു വരുന്നു. അതെ, യേശു വീണ്ടും കടന്നു വരുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, വ്യക്തമായ കാര്യമത്രേ യേശു വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപികൾക്ക് വേണ്ടി യേശു വന്നു എങ്കിൽ വേദപുസ്തകം പറയുന്നു, പാപം കൂടാത്തവർക്ക് വേണ്ടി അവൻ വീണ്ടും കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ യേശു പറഞ്ഞു, യോഹന്നാൻ 14:3, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഫിലിപ്പിയ ലേഖനം 3:20 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ, അവിടെ നിന്ന് കർത്താവ് യേശു വീണ്ടും വരും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, 2 പത്രോസ് 3:10, കർത്താവിന്റെ ദിവസമോ അത് കള്ളനെ പോലെ കടന്നു വരും. വെളിപ്പാട് പുസ്തകം 22:20 യോഹന്നാൻ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു പറയുന്നു, ആമീൻ കർത്താവ് യേശുവേ വേഗം വരണമേ. കാരണമെന്ത്? അപ്പോസ്തലപ്രവൃത്തി 1:11 ദൂതന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി യേശു, അവൻ വീണ്ടും വരും. ഈ ദിവസത്തിൽ നമ്മളുടെ തലയ്ക്ക് മുകളിലുള്ള ഈ ആകാശത്തിൽ ഒരു ശബ്ദം ധ്വനിക്കുവാൻ വേണ്ടി പോകുന്നു. നാട്ടുകാരും വീട്ടുകാരും കേൾക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ആ പ്രകൃത്യാതീതമായ ശബ്ദം കേൾക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം ഭൂകമ്പം വരുമ്പോൾ മനുഷ്യർക്ക് കേൾക്കുവാൻ കഴിയത്തില്ല, മൃഗങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. സുനാമി വരുമ്പോൾ അതുപോലെ മനുഷ്യർ കേൾക്കുന്നില്ല, മൃഗങ്ങൾ കേൾക്കും. മനുഷ്യർക്ക് കേൾപ്പാൻ കഴിയാത്തതായ ചില ശബ്ദം അത് മൃഗങ്ങൾക്ക് കേൾപ്പാൻ കഴിയും. ദൈവാത്മാവ് ഇല്ലാത്തവർക്ക് കേൾക്കാൻ കഴിയാത്തത് ദൈവാത്മാവ് ഉള്ളവർക്ക് കേൾക്കുവാൻ തക്കോണം കഴിയും. അതത്രേ കാഹള ധ്വനി. വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിലും കാഹളമുണ്ട്, പുതിയ നിയമത്തിലും കാഹളമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ കാഹളം പഴയ നിയമത്തിലെ കാഹളത്തെക്കാൾ എത്രയോ നല്ലത് അത്രേ. കാരണം പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെക്കാൾ എത്രയോ ശക്തരത്രേ, എത്രയോ ശ്രേഷ്ഠരത്രേ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർ. പഴയ നിയമത്തിൽ വിശുദ്ധനാകുന്ന മോശയും കൂട്ടനും വെള്ളത്തെ വിഭാഗിച്ച് സമുദ്രത്തെ വിഭാഗിച്ചത്രേ നടന്നത്. പുതിയ നിയമത്തിൽ വിശുദ്ധനാകുന്ന പത്രോസ് തന്നെ വിളിച്ചതായ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു കർത്താവിന്റെ കണ്ണുകളേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തനിക്കെതിരെ അടിച്ചതായ കാറ്റിനും തനിക്കെതിരെ ഉയർന്നു വന്ന തിരമാലയ്ക്ക് മുകളിലൂടെ അവൻ നടന്നു വന്നു. ഈ ദിവസവും വിശ്വസിക്കണമേ, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ കാഴ്ചയാൽ അല്ല, വിശ്വാസത്താൽ തന്നെ അതിനെ ചവിട്ടി താഴ്ത്തി നടക്കുവാൻ വിശ്വാസത്തിന് നായകൻ നിന്റെ അരികിൽ ഉണ്ട്. നീ മുങ്ങുവാൻ പോകുന്നില്ല, നീ ചിതറുവാൻ പോകുന്നില്ല, നീ മുറിവേൽക്കുവാൻ പോകുന്നില്ല, നാട്ടുകാരുടെ മുൻപിൽ നീ വിഷയമാകുവാൻ പോകുന്നതുമില്ല. കാരണം നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, നിന്നെ വിളിച്ചത് ഒരു പ്രത്യേക ഗ്രൂപ്പ് അല്ല, നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ പുത്രനായ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവപുത്രനായ യേശു അത്രേ. അതുകൊണ്ട് നീ താഴുവാൻ, അതുകൊണ്ട് നീ വീഴുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. പഴയ നിയമത്തിൽ സമുദ്രത്തെ വിഭാഗിച്ച് നടന്നു, പുതിയ നിയമത്തിൽ സമുദ്രത്തിന് മുകളിലൂടെ നടന്നു. പഴയ നിയമത്തിൽ യോശുവയും കൂട്ടരും ദൈവത്തിന് നിയമപ്പെട്ടുകയുമായി 7 പ്രാവശ്യം യെരിഹോവിനെ ചുറ്റി നടന്നു, അപ്പോൾ മാത്രം യെരിഹോ വീണു. എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസും ശീലാസും ഇതാ കയ്യും കാലും കെട്ടപ്പെട്ടവരായി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവർ ഒരു പാട്ട് പാടി, അവർ കരഞ്ഞില്ല, അയ്യോ ഇങ്ങനെ വന്നുപോയല്ലോ എന്ന് പറഞ്ഞ് പരിതപിച്ചില്ല. അവർ ഒരു പാട്ട് പാടി, വിലാപഗാനമല്ല, ജയഗീതം. പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഈ ദിവസം നീയും പാടേണ്ടത് തല ഉയർത്ത് ഹല്ലേലൂയ പറ, ജയത്തിന്റെ ഗീതം പാട്. കാരണം എന്ത്? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവ നിന്നോട് അടുത്തു വരികയില്ല. എന്നാൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ
വലിയവൻ അത്രേ. വീണ്ടും നമ്മോട് കൂടെയുള്ള നമ്മുടെ കർത്താവ് ഏത് ക്യാൻസറിനേക്കാൾ, ഏത് എയ്ഡ്സിനേക്കാൾ, ഏത് കടഭാരത്തെക്കാൾ, ഏത് ജപ്തി നോട്ടീസിനേക്കാൾ, ഏത് ശത്രുവിനേക്കാൾ വലിയവൻ അത്രേ. പഴയ പാമ്പായ സാത്താന്റെ തലയെ തകർത്ത യഹൂദ ഗോത്രത്തിലെ സിംഹം നമ്മോട് കൂടെ. ഓ ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര്? ഒരു പാട്ട പൗലോസും ശീലാസും പാടി ജയിൽ പൊളിഞ്ഞ് അവർ പുറത്ത് കടന്നു വന്നു. പുതിയ നിയമ വിശുദ്ധന്മാർ എത്രയോ ശക്തർ അത്രേ. പഴയ നിയമത്തിൽ ദാനിയേൽ 21 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദേശത്തിലെ ഭരിച്ച അന്ധകാര ശക്തി കടന്നു വന്ന് അവന്റെ പ്രാർത്ഥനയെ 21 ദിവസം തടഞ്ഞ് നിർത്തി. എന്നാൽ പുതിയ നിയമത്തിലെങ്കിൽ അധികാരത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ പറയും, വെറുതെ 3 ആഴ്ച കളഞ്ഞു കുളിച്ചു. കാണുമെന്ന് പുതിയ നിയമത്തിൽ ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. എന്നാൽ ചെയ്ത കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്റെയും എന്റെയും പ്രാർത്ഥനയും തടയുന്ന അന്ധകാര ശക്തികളെ തട്ടിമാറ്റി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി ലഭിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് അതേ ജയം നൽകിയിരിക്കുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കേൾക്കണമേ. അടുത്ത മാസമോ 3 മാസം കഴിഞ്ഞിട്ടോ അടുത്ത ഈസ്റ്ററിനോ അല്ല നിനക്ക് മറുപടി വരുന്നത്. ഇപ്പോൾ അത്രേ. ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ അത്രേ. നിന്റെ സൗഖ്യം ഇപ്പോഴാണ്. പുതിയ നിയമത്തിൽ വിശ്വാസം നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞു നീണ്ടുപോകുന്നതല്ല, ഇപ്പോൾ സംഭവിക്കുന്നത് അത്രേ പുതിയ നിയമത്തിലെ വിശ്വാസം. കാണാം എബ്രായ ലേഖനം 11:1 ഇംഗ്ലീഷ് ബൈബിൾ ഇപ്രകാരം പറയുന്നു, Now faith is the substance that to be hoped for. ഇപ്പോൾ സംഭവിക്കുന്നതാണ് വിശ്വാസം. ഈ വചനം കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ചിലരെ ഇന്ന് പകൽ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ചില ഭവനങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികൾ ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരാത്ത ക്രമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഓടിപ്പോകുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് അത്രേ വിശ്വാസം. പഴയ നിയമത്തിലും വിശുദ്ധന്മാരുണ്ട്, പുതിയ നിയമത്തിലും വിശുദ്ധന്മാരുണ്ട്. വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 41:8, യാക്കോബ് 2:23 അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ ആയിരുന്നു. പുറപ്പാട് 33:11 മോശ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിച്ചു. പഴയ നിയമത്തിൽ ദൈവത്തിന് സ്നേഹിതന്മാർ ഉണ്ടായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് യോഹന്നാൻ 1:12 പറയുന്നു, നാം ദൈവത്തിന്റെ മക്കൾ അത്രേ. നമ്മൾ ദൈവത്തിന്റെ മക്കൾ അത്രേ. സ്നേഹിതരെക്കാൾ എത്രയോ ഉയർന്ന അളവിൽ ദൈവം നമ്മെ വച്ചിരിക്കുന്നു. ഇന്ന് പകൽ ആത്മനിറവിലായിരിക്കുന്ന ദൈവമക്കൾ പാസ്റ്റേഴ്സിനെ കേട്ട് ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അബ്രഹാമിനേക്കാൾ പഴയ നിയമത്തിലെ മോശയേക്കാൾ എത്രയോ ദൈവത്തിന്റെ വലിയ പദവിയിൽ പുതിയ നിയമത്തിൽ കർത്താവ് നിന്നെ ഉറപ്പിച്ചിരിക്കുന്നു. നീ പുഴുവല്ല, നീ തുരുമ്പല്ല, നീ അടിമയല്ല, നീ ദൈവ പൈതലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസത്തിൽ കേൾക്കണമേ, പഴയ നിയമത്തിലെ കാഹളത്തെക്കാൾ എത്രയോ നല്ല കാഹളം പുതിയ നിയമത്തിലെ കാഹളം. പഴയ നിയമത്തിലെ കാഹളം ഭൂമിയിൽ നിർമ്മിച്ചു, പുതിയ നിയമത്തിലെ കാഹളം സ്വർഗത്തിൽ നിർമ്മിക്കുന്നു. പഴയ നിയമത്തിലെ കാഹളം മനുഷ്യർ ചുമന്നു, പുതിയ നിയമത്തിലെ കാഹളം ദൂതന്മാർ ചുമക്കുന്നു.